ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കന്യാകുമാരിയിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ കുറച്ച് അമ്പലങ്ങളുടെയും യാത്രയുടെയൊക്കെ. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് കന്യാകുമാരി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിൻ്റെ ഭാഗമാണിത്. അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് നമ്മളിവിടെ കന്യാകുമാരിയിൽ എത്തിയത്. അതിനാൽ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിലെ നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറകുവശത്തുകൂടി വേറൊരു വഴിയിൽ കൂടിയാണ് കേട്ടോ ഇവിടെ വന്നത്. ഇത് കുറേ ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അത് വിവേകാനന്ദ പാറയിലോട്ട് ആളുകൾ പോകുന്നതിൻ്റെ ക്യൂ ആണ് കാണുന്നത്. അവിടുന്ന് ക്യൂ നിന്നു, വളരെ വലിയ ക്യൂ ആണ് കേട്ടോ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്ന് വേണം. ആ ക്യൂ നിന്നിട്ട് ആ ഒരു ബിൽഡിങ് കാണുന്നില്ലേ, അതിനുള്ളിൽ നിന്ന് തന്നെ ക്യൂ ആണ്. അതിന് പുറത്തുനിന്ന് ക്യൂവിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ വരണം. ആ ബിൽഡിങ്ങിൽ നിന്ന് പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് ബോട്ടിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വിവേകാനന്ദ പാറയിലോട്ടും ഞങ്ങൾ പോയില്ല. അതിന് മുമ്പ് പോയിട്ടുള്ളത് കൊണ്ടായിരുന്നു. പിന്നെ കണ്ണാടിപ്പാലമൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അത് പക്ഷേ കാണാൻ പറ്റിയില്ല, ഞങ്ങൾ പോയില്ല. ഭയങ്കര വെയിലായിരുന്നു അവിടെ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കടൽ തീരത്തൊക്കെ നിന്നിട്ട് നമ്മൾ നേരെ കടകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നു. അപ്പോൾ ഷർട്ടിൻ്റെയൊക്കെ വില കണ്ടോ, 200-250 രൂപയ്ക്കൊക്കെ നല്ല ഷർട്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ നോക്കി, പക്ഷേ വാങ്ങിയില്ല. അതുപോലെ ശംഖിൽ തീർത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തൊപ്പികളും. ഇതൊക്കെ കുറേ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്, എന്നാൽ കുറച്ച് സാധനങ്ങൾക്ക് നല്ല വിലയും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ശംഖിൽ തീർത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ അലങ്കാരമായിട്ട് സൂക്ഷിച്ച് വെക്കാനും അവിടെ ഇവിടെയൊക്കെ ഭിത്തിയിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തുണികൾ, കൊച്ചു കുട്ടികളുടെ തുണികളായാലും എല്ലാം 200 രൂപ 250 രൂപ ആ ഒരു ലെവലിലാണ് ഉണ്ടായിരുന്നത്. ഇത് അമ്പലത്തിൻ്റെ നടയായിരുന്നു. പക്ഷേ നട അടച്ചിട്ടത് കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇതെല്ലാം ശംഖാണ്. ഈ കടയിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം ശംഖ്, പിന്നെ രുദ്രാക്ഷം, നല്ല തിളക്കമുള്ള മുത്തുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാലകളും പിന്നെ അതുപോലെ കൈകളിലിടാനുള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കടൽ തീരത്ത് വന്നു. അത് കാണുന്നത് വിവേകാനന്ദ പാറയാണ്. പിന്നെ ആർച്ച് പോലെ ആ കാണുന്നതാണ് കേട്ടോ കണ്ണാടിപ്പാലം. പക്ഷേ അവിടോട്ട് ഞങ്ങൾ പോയില്ല, ഭയങ്കര വെയിൽ സമയമായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ആ കടൽ തീരത്ത് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. വെയിലുണ്ടെങ്കിൽ പോലും കടൽ തീരത്ത് ഇരുന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ, നല്ല കാറ്റല്ലേ. അപ്പോൾ ഒത്തിരി സമയം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ഞാനും അപ്പച്ചിയും അപ്പച്ചിയുടെ മോളുടെ മോള് പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോന്, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും തിരിച്ച് അമ്പലത്തിൻ്റെ പിൻവശത്തു കൂടിയാണ് കേട്ടോ. ഇത് കറങ്ങി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട് പറ്റും. വന്നിട്ടുള്ളവർക്ക് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങുന്നിടത്ത് അതൊരു അമ്പലം പോലെയാണ്. അതൊക്കെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ കറങ്ങി വീണ്ടും വന്നിരിക്കുന്നത് ഒരു പാർക്ക് പോലുള്ളൊരു ചെറിയൊരു സ്ഥലം. അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടു പോയെന്നല്ലാതെ ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് കയറാതിരുന്നത്. ഇതെല്ലാം ശംഖ് കൊണ്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പടിയിറങ്ങി താഴോട്ട് പോവുകയാണ്. അവിടെ കുറേ നേരം ഞങ്ങളിരുന്നു. നല്ല കാറ്റാണ് അവിടെ ഇരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ കുറച്ച് സാധനങ്ങൾക്കൊക്കെ വിലയൊക്കെ ചോദിച്ചു. പിന്നെ മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ, വെള്ളരിക്ക, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ എല്ലാ ബീച്ചുകളിലും കിട്ടാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് മാങ്ങയൊക്കെയാണ് വാങ്ങിച്ചത്. അവിടുന്ന് ഞങ്ങളിതാ വീണ്ടും ഈ ഒരു മണ്ഡപം പോലെ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മണ്ഡപത്തിൽ വന്നിട്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയും ഞങ്ങളങ്ങനെ കുറേ സമയം ഇരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരുപാട് തവണ ഞാൻ ഈ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട്. അച്ഛനുള്ള സമയത്താണെങ്കിലും അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ നാട്ടിൽ വരുമ്പോഴൊക്കെ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി. എന്നിരുന്നാലും എപ്പോൾ വന്നാലും എന്തോ ഒരു പുതുമ പോലെയാണ് ഇവിടെ തോന്നാറുള്ളത്. അല്ലെങ്കിൽ തന്നെ കടലും കടപ്പുറവും ഒക്കെ പോയി ഇരിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലുമാണ്. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒരു സംഭവമാണല്ലോ കടൽ. അത് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അതിനോട്. അത് കാരണം തന്നെ ഈ കന്യാകുമാരിയിൽ എത്ര വട്ടം വന്നാലും എനിക്കൊരു മടുപ്പ്
മടുപ്പ് തോന്നിയിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയാണ്. എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എവിടെ നിന്നൊക്കെ നല്ല വ്യൂ കിട്ടുന്നു അവിടെ എല്ലാം പോയി ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് നോക്കി ആസ്വദിച്ചിരിക്കലാണ് എൻ്റെ സ്വഭാവം കേട്ടോ. പിന്നെ വെള്ളത്തിനകത്ത് ഇറങ്ങാനൊന്നും നമുക്കത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല. കാര്യം കടലേറി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ഇറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാണണം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രത്യേകത അറിയാമല്ലോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് കന്യാകുമാരിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞങ്ങൾ സൂര്യോദയവും സൂര്യാസ്തമയവും രണ്ടും കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നില്ല നിന്നത്. അപ്പോൾ വേറെ ഫാമിലിയായിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്ത് നിന്നതുകൊണ്ട് ഞങ്ങൾക്കത് രണ്ടും കാണാൻ സാധിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ മസാല ഐറ്റംസൊക്കെയാണ്. പിന്നെ മസാല ഐറ്റംസ് കൂടാതെ നമ്മൾ കണ്ടൊരു സംഭവമാണ്, നമ്മുടെ പഴയ ആൾക്കാർക്ക് അറിയായിരിക്കും, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായികളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക കൗതുകം തോന്നി. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് 10 പൈസയ്ക്കും 20 പൈസയ്ക്കും 25 പൈസയ്ക്കൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള അതേ മിഠായികളാണിതൊക്കെ. അപ്പോൾ 20 രൂപയാണ് അതിലൊരു പാക്കറ്റിന്. അപ്പോൾ പണ്ടത്തെ നമ്മൾ കണ്ട ആ സാധനങ്ങളും നമ്മൾ കഴിച്ചിട്ടുള്ള മിഠായികളും അതൊന്നും നമ്മുടെ മക്കൾക്ക് അറിയാൻ സാധ്യതയില്ല അതിനെപ്പറ്റി. എങ്കിലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് പിന്നെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇതിങ്ങനെ പാവകളുടെ മാത്രമായിട്ടുള്ളൊരു കടയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പാവകളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നിന്ന് ഞാൻ കണ്ടു. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കുന്നതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ വീടുകളിൽ അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. പക്ഷേ ചില സംഭവങ്ങളിലോട്ടൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല, ഭയങ്കര വിലയാണ്. ഞാൻ ഈ കടിച്ച് വലിക്കുന്നത് എന്താണെന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ. ഇതാണ് പുളിമുട്ടായി. ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പണ്ട് 25 പൈസയ്ക്കൊക്കെ വാങ്ങിച്ചിരുന്ന സംഭവമാണ്. അന്നൊക്കെ ഇതൊരു വെള്ള കവറിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതായത് ഇങ്ങനെ ഇച്ചിരി കളർഫുള്ളൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ആ പണ്ടത്തെ ഒരു കൊതി കൊണ്ട് നമ്മൾ വീണ്ടും വാങ്ങിച്ചതാണ്. 3-4 കവർ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയൊരു സംഭവം. അപ്പം പുളിമുട്ടായി അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് സംഭവമാണ് നമ്മുടെ ഐസ്ക്രീം. ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരില്ലേ. അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമാണ് വേണ്ടത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോരോ ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ പിന്നെ എവിടെ പോയാലും നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ബട്ടർ സ്കോച്ചാണ്. ഞാൻ ആ ഐസ്ക്രീമാണ് എവിടെ പോയാലും വാങ്ങിച്ച് കഴിക്കുക. എനിക്കതാണ് ഒരുപാട് ഇഷ്ടം. പിന്നെ അതില്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ഏതെങ്കിലും ഐറ്റത്തിലോട്ട് കൈവെക്കാറുള്ളൂ. അപ്പം ഇവിടെ ഒരു വ്യൂ ആണ് കേട്ടോ. നമുക്കിങ്ങനെ കസേരയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ അവിടെ വെയിലാണ് എങ്കിലും ആ വെയിലിൻ്റെ ചൂട് നമുക്കറിയാൻ പറ്റത്തില്ല. കാര്യം നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ കടൽ തീരത്തോട്ട് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ പഴയകാല ഓർമ്മയിലേക്ക് പോകുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളാണ് ആ കടയിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്ന വഴിക്കാണ് നമ്മൾ ഒരു മയിലിനെ കണ്ടു. ആ മയിലിനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ നാടിൻ്റെ ഒരു വ്യൂ. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയും എൻ്റെ അച്ഛൻ്റെ നാടും ഈ ഞങ്ങളുടെ യാത്രകളും ഒക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.